ഹായ് മക്കളെ, ഇനി സാർ ചെയ്യാൻ പോകുന്നത് നമുക്ക് തന്നിട്ടുള്ള ഒരു പിക്ചർ, ആ പിക്ചർ നോക്കി ഈ നാല് ക്വസ്റ്റ്യൻ്റെ ആൻസർ പെട്ടെന്ന് അങ്ങ് ചെയ്യുവാണ്. കാരണം നമ്മളെല്ലാ ബേസിക് കോൺസെപ്റ്റുകളും സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നോക്കിയോ. എ ബി ഈസ് എ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ, സി ഡി ഈസ് എ കോഡ് ഓഫ് ലെന്ത് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദി സർക്കിൾ. അതായത് എ ബി വൃത്തത്തിൻ്റെ വ്യാസമാണ്, വൃത്തത്തിൻ്റെ ആരത്തിന് തുല്യമായ നീളമുള്ള ഒരു ഞാൻ സി ഡി. നമുക്കൊന്ന് നോക്കിയേക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഒരു സർക്കിളുണ്ട്. എ ബി എന്ന് പറയുന്നത് ഡയമീറ്ററാണ്. ഈ സി ഡി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ആരം, വൃത്തത്തിൻ്റെ റേഡിയസ് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് റേഡിയസിൻ്റെ തുല്യമാണ് ഇതിൻ്റെ നീളം. ഇനി എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കി. നമ്മളോട് വാട്ട് ഈസ് ദി മെഷർ ഓഫ് സി ഒ ഡി, അതായത് ആംഗിൾ സി ഒ ഡിയുടെ അളവ് എത്ര? നമ്മൾ നോക്കി ശ്രദ്ധിച്ചു നോക്കണം. സി ഒ ഡി, ഈ കാണുന്നതാണ് സി ഒ ഡി. ഇതിൻ്റെ അളവ് എത്രയായിരിക്കും? വളരെ സിമ്പിളായിട്ട് പറയാം. ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ഈ സി ഡി എന്ന് പറയുന്നത് റേഡിയസിൻ്റെ തുല്യമാണ്. അപ്പം ഇതും റേഡിയസാണ്. മൂന്ന് സൈഡും ഈക്വൽ ആണെങ്കിൽ അത് ഇക്വലാറ്റർ ട്രയാങ്കിളാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എല്ലാവർക്കും അറിയാം, 60 ഡിഗ്രി. ആംഗിൾ സി ഒ ഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 60 ഡിഗ്രി ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ സി ബി ഡി, അല്ലെങ്കിൽ ആംഗിൾ സി ബി ഡിയുടെ അളവ് എന്താണ്? നമുക്ക് നോക്കാം. സി ബി ഡി എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. ഇതിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഇതിൻ്റെ അളവ് കണ്ടുപിടിക്കാം? നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന സി ഡി അല്ലെങ്കിൽ സി പി ഡി, അല്ലെങ്കിൽ നമുക്ക് സി ക്യു ഡി എന്നൊരു പേരം കൊടുത്തേക്കാം. ഇവിടെ ഒരു പി കിടപ്പുണ്ട്. ഈ സി ക്യു ഡി എന്ന് പറയുന്ന ആർക്ക്, ഈ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ 60 ആണ്. അപ്പം ഇതേ ആർക്ക് തന്നെ അടുത്ത ആർക്കിൽ ഫോം ചെയ്തിരിക്കുന്ന ആംഗിളാണ് ഈ കാണുന്നത്, ഈ എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് സി ബി ഡി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, ഒരേ ആർക്ക് തന്നെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഓപ്പോസിറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾ. ഇത് നമ്മൾ സർക്കിളിൻ്റെ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 60യുടെ പകുതി ഇത് 30 ആണ് ആൻസർ. സി ബി ഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ബി സി പി, അതായത് ബി സി പിയുടെ അളവ് എത്ര? നമുക്ക് നോക്കാം. ബി സി പി ഏതാണ്? ബി സി പി, ഈ കാണുന്ന പാർട്ടീനെയാണ് നമ്മൾ കാണേണ്ടത്. വളരെ സിമ്പിളാണ്. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ എ ഒ ബി എന്ന ഡയമീറ്റർ, ആ ഡയമീറ്റർ ഫോം ചെയ്യുന്ന ആംഗിൾ നമ്മൾ സർക്കിളിൻ്റെ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. ഡയമീറ്റർ മേക്സ് ആംഗിൾ 90 ഡിഗ്രി വിത്ത് ദി ആർക്ക്. അപ്പം തീർച്ചയായിട്ടും എ സി ബി 90 ആയിരിക്കും. എ സി ബി നമുക്ക് 90 കിട്ടും, കാരണം ഡയമീറ്ററിൻ്റെ ആംഗിളാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ബി സി പി ആണ്. എ സി പി ഒരു ലൈനാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ ടോട്ടൽ 180 ആണ്. ഇത് 90 ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആംഗിൾ 90 ആയിരിക്കും. ഡൗട്ട്സ് ഒന്നുമില്ല, കാരണം ടോട്ടൽ 180 കിട്ടണം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. സി, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ സി പി ഡി, അല്ലെങ്കിൽ ആംഗിൾ സി പി ഡിയുടെ അളവ് എന്ത്? നമ്മളൊന്ന് നോക്കിക്കേ, പിക്ചർ നോക്കിക്കേ. കണ്ടോ, സി പി ഡിയുടെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ. ബി സി പി എന്ന ട്രയാങ്കിൾ ഒന്ന് നോക്കിയേ. ബി സി പി എന്ന ട്രയാങ്കിൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ 30, സി ബി പി 30 ആണ്. അപ്പം 90 + 30 എന്ന് പറയുമ്പോൾ 120 അവിടെ എത്തിക്കഴിഞ്ഞു. 90, 30, 120 ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ടോട്ടല് 180 വരണം. ട്രയാങ്കിളിൻ്റെ ടോട്ടല് സി ബി പി എന്ന ട്രയാങ്കിളിൻ്റെ ടോട്ടൽ 180 വരണം. ഇവിടെ 120 വന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ സി പി ബി എന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. കൂടുതൽ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാറിൻ്റെ വാട്സപ്പിൽ ജസ്റ്റ് മക്കളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് മക്കളെ ഹെൽപ്പ് ചെയ്യും, എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ സാറിനെ വിളിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ വാട്സപ്പ് ക്ലിക്ക് ചെയ്യണം. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മക്കളൊന്ന് ശ്രദ്ധിക്കണം.